Hi all friends, welcome to MTM Political Talk. നമ്മൾ ഇന്ന് ഹരിയാനയുടെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ. 8-ാം തീയതി അതിൻ്റെ റിസൾട്ട് വരും. ഹരിയാന, ജമ്മു കാശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് 8-ാം തീയതി പ്രഖ്യാപിക്കും. 8-ാം തീയതി എൻ്റെ റിസൾട്ട് വരികയാണ്. തുടർന്ന് നമ്മൾ ഒരു തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പ്രവേശിക്കുകയാണ് എന്നാണ് രാഷ്ട്രീയ രംഗത്തെ നിരീക്ഷകർ പറയുന്നത്. അതേക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്താനും വിഷയം ഇഷ്ടമാകുമ്പോൾ ലൈക്ക് ചെയ്യുവാനും ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ത്യയിലെ 2 സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ്. മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്. ഈ 2 സംസ്ഥാനങ്ങളിലാണ് അടുത്ത തിരഞ്ഞെടുപ്പ് നടക്കാനുള്ളത്. നമ്മളെ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം വയനാട് ലോക്സഭാ മണ്ഡലവും പാലക്കാടും ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം അത് വയനാട് ദുരിതം സംഭവിച്ചത് മൂലം ഇലക്ഷൻ കമ്മീഷൻ അത് പരിഗണിച്ചില്ല. കുറച്ചും കൂടി കഴിഞ്ഞ് നടത്താമെന്നാണ് അന്ന് പറഞ്ഞത്. ഏതായാലും ഈ 2 സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പ് വരുന്നതോടുകൂടി കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പും പരിഗണിക്കും എന്നാണ് രാഷ്ട്രീയ രംഗത്തെ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഏതായാലും നമ്മളൊരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പ്രവേശിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വയനാട് ലോക്സഭാ മണ്ഡലം രാഹുൽ ഗാന്ധി രാജിവെച്ചപ്പോൾ തന്നെ UDF അതിൻ്റെ സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി ആവാനാണ് സാധ്യത എന്ന് മുൻകൂട്ടി പ്രവചിച്ചിരുന്നു. LDFും NDAയും മുന്നണികളും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായി നടത്തിയില്ല എങ്കിലും ചില കണ്ടെത്തലുകളൊക്കെ നടത്തി എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ആരാവും സ്ഥാനാർത്ഥി എന്നത് ഒരു ചിത്രം ഇതുവരെ വ്യക്തമല്ല. UDFിൻ്റെയും ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല. അവരുടെ മുൻകൂട്ടി പഴയ പ്രഖ്യാപനം, രാഹുൽ ഗാന്ധി രാജിവെക്കുമ്പോഴുള്ള ഒരു പ്രഖ്യാപനം മാത്രമാണ് നിലവിൽ ഉള്ളത്. എന്ന് പറഞ്ഞാൽ NDAയും LDFും UDFും ഇതുവരെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒന്നും നടത്തിയിട്ടില്ല. എന്നാൽ അനൗദ്യോഗികമായി അങ്ങനെ ഒരു ചിത്രവും വ്യക്തവുമല്ല. എങ്കിലും ഒരു പ്രഖ്യാപനം വന്ന ഉടനെ തന്നെ 3 മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് സാധ്യത. ശക്തിയേറിയ വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ 2 ലോക്സഭാ മണ്ഡലത്തിലും നിയമസഭാ മണ്ഡലത്തിലും കാഴ്ചവെക്കാൻ പോകുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം എല്ലാം അഭിമാന പോരാട്ടങ്ങളാണ്. 3 മുന്നണിക്കും സാധ്യതയുള്ള ഒരു നിയമസഭാ മണ്ഡലം കൂടിയാണ് പാലക്കാട്. വയനാട് ചിത്രം വ്യത്യസ്തമാണെങ്കിലും പാലക്കാട് വളരെ വ്യത്യസ്തമായ ഒരു ചിത്രമാണ്. പിടിച്ചാൽ ആർക്കും കിട്ടാവുന്ന ഒരു രൂപത്തിലേക്ക് ഇപ്പോഴും മണ്ഡലത്തിന്റെ നിപ്പുള്ളത്. ഇനി മാറുമോ എന്നോ എന്ന് നമുക്ക് ചിത്രം വ്യക്തമല്ല. എന്തായാലും വളരെ ആവേശപൂർവമായ ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർക്കും വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നവർക്കും സോഷ്യൽ മീഡിയയുടെ കാലമായതുകൊണ്ടൊക്കെ എല്ലാവർക്കും ഇലക്ഷനെ സംബന്ധിച്ച് വളരെ പ്രാധാന്യത്തോടെ അത് വീക്ഷിക്കുകയും അതിൻ്റെ വാർത്തകൾ ശ്രവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലമാണല്ലോ നമ്മൾ. മുൻപൊക്കെ അങ്ങനെ ആയിരുന്നില്ല. മുൻപ് ഇലക്ഷൻ കമ്മീഷൻ വാർത്തകളിൽ പത്രങ്ങളിൽ വരുമ്പോൾ അതൊന്ന് വായിക്കും. പിന്നെ ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ മാത്രമേ അതിന് ഒരു പ്രാധാന്യം കൊടുക്കാറുള്ളൂ. മറ്റു മണ്ഡലങ്ങളിലെ നമ്മളെ മണ്ഡലത്തിൽ ഇലക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കതിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ചിത്രം വളരെ വ്യത്യസ്തമാണ്. എവിടെ ഇലക്ഷൻ നടന്നാലും നമ്മളത് വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുകൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ തന്നെ മഹാരാഷ്ട്ര ഇലക്ഷനും വളരെ പ്രാധാന്യമുള്ളതാണ്. ഇന്ത്യയുടെ ബിസിനസ് തലസ്ഥാനമാണ്. ബോംബെ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കോർപ്പറേഷനാണ്. അവിടുത്തെ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അവിടെ അത് ഉൾക്കൊള്ളുന്ന തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. ആ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. ഛത്തീസ്ഗഡും മോശമല്ല, ഒരു ചിത്രമുള്ള സംസ്ഥാനമാണ്. അപ്പോൾ ഈ 2 സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇനി എവിടെയൊക്കെ ഒഴിവുകളുണ്ടോ ആ തെരഞ്ഞെടുപ്പുകളും ഒക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ വളരെ വാശിയേറിയ ഒരു ഇലക്ഷൻ രൂപത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു രാഷ്ട്രീയ നിരീക്ഷണ ചാനലായതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ ഈ ഇലക്ഷൻ ഒരു അവലോകനം നടത്തുകയാണ്. എന്ന് വെച്ചാൽ അത് രാഷ്ട്രീയമായി അതിനെ ഒരു പ്രവേശനത്തിലേക്ക് നമ്മൾ കടക്കുന്നില്ല. എങ്കിലും
ഇലക്ഷന്റെ ചിത്രം ഏകദേശം ഡേറ്റ് അടുത്ത് തന്നെ പ്രഖ്യാപിക്കും എന്നാണ് രാഷ്ട്രീയ രംഗത്തെ നിരീക്ഷകർ കണക്ക് കൂട്ടുന്നത്. ഇതുവരെയുള്ള വാർത്താ മാധ്യമങ്ങളുടെ നിരീക്ഷണമനുസരിച്ച് എന്തായാലും 8-ാം തീയതിയാണ് ഹരിയാന ഹരിയാന ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നത്. 8-ാം തീയതി അത് റിസൾട്ട് വന്ന് അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ എന്തായാലും അധികം വൈകാതെ തന്നെ ഈ പറഞ്ഞ ഇലക്ഷന്റെ ഡേറ്റ് പ്രഖ്യാപിക്കും എന്നാണ് രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ നിരീക്ഷകരെല്ലാം വിലയിരുത്തുന്നത്. ഏതായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ആവേശകരമായ ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ് പ്രവേശിക്കാൻ പോകുന്നത്, വയനാട് മണ്ഡലവും പാലക്കാടും. അപ്പോൾ എന്തായാലും ഇലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ശേഷം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയുമായി എത്താം എന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.